ഓക്കെ, വെൽക്കം ടു സ്റ്റഡി ബോർഡ്. അപ്പോൾ നമ്മുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് അതിൽ സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞതാണ്. ഇനി തേർഡ് ചാപ്റ്ററാണ്. അപ്പോൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ ഈ തേർഡ് ചാപ്റ്ററും അതേപോലെ ഫോർത്ത് ചാപ്റ്ററും ഒരു മോഡ്യൂളിൽ വരുന്നതാണ്. 5 മോഡ്യൂളുള്ളത്. ആദ്യ മോഡ്യൂൾ എന്ന് വെച്ചാൽ കംപ്ലീറ്റ് തിയറി ആയിരുന്നു. ഫസ്റ്റ് ചാപ്റ്റർ ആ മോഡ്യൂളിൽ വരുന്നതാണ്. രണ്ടാമത്തെ മോഡ്യൂൾ എന്ന് വെച്ചാൽ തിയറിയും ഉണ്ട്, കുറച്ച് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതിൽ ഓരോ ഇൻഡേസ് അല്ല ഓരോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളായിരുന്നു കണ്ടത്. ഇൻഡേസ് 2, ഇൻഡേസ് 12, 16, 39 അങ്ങനെ പലതും നമ്മൾ കണ്ടു. അപ്പോൾ അതിൽ അതിൻ്റേതായിട്ടുള്ള ഓരോന്നിനും ഇപ്പോൾ ഓരോ ഇൻഡേസിനും വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ അത് ഓരോന്നും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നോക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഇല്ല. ഇനിയിപ്പോൾ തേർഡും ഫോർത്തും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയി കിടക്കുന്ന ചാപ്റ്റേഴ്സാണ്. ഓക്കെ, അത് രണ്ടും പറയുന്നത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയറും പിന്നെ നാലാമത്തെ ചാപ്റ്റർ റിഡംഷൻ ഓഫ് ഡിബെഞ്ചറാണ്. അപ്പോൾ ജേണൽ എൻട്രീസ് ആണ് മെയിനായിട്ട് എഴുതാനുണ്ടാവുക. റിഡീം ചെയ്യാന്ന് വെച്ചാൽ കുറിച്ച് നമുക്കിപ്പോൾ പറയാം. അപ്പോൾ ആ റിഡീം ചെയ്യുന്ന നേരത്ത് വരുന്ന ജേണൽ എൻട്രീസ് ആയിട്ടാണ് മെയിനായിട്ട് എഴുതാനുണ്ടാവുക. അതിൻ്റെ സ്ട്രക്ചർ എല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ ജേണൽ എൻട്രീൻ്റെ ആദ്യം അതിൻ്റെ ഫോർമാറ്റ് തരും. അപ്പോൾ അത് നിങ്ങൾ നോക്കി എഴുതി വെക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ചോദ്യങ്ങൾ വരികയാണെങ്കിൽ അതിന് ജേണൽ എൻട്രീസ് ചെയ്തേണ്ടത്. ഓക്കെ, അപ്പോൾ 3, 4 അതാ വരുന്നത്. അപ്പോൾ നമുക്ക് മെല്ലെ നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക. വാട്ട് യു മീൻ ബൈ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ എന്നുള്ളതാണ്. ചാപ്റ്ററിൻ്റെ പേരിന് അതാണല്ലോ. എന്താണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ? റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ മീൻസ് റീപേയ്മെൻറ്റ് ഓഫ് ദ എമൗണ്ട് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലേ. അപ്പോൾ ഞാനിതിന് മുൻപ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു കമ്പനിക്ക് ഒരു വലിയ തുക വേണം. ഇപ്പോൾ ഒരു 50 ലക്ഷം രൂപ തുക വേണം അല്ലേ. നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്? ഇക്വിറ്റി ഷെയറുകൾ ഇറക്കാം, പ്രിഫറൻസ് ഷെയറുകൾ ഇറക്കാം, ഡിബെഞ്ചേഴ്സ് ഇറക്കാം. അപ്പോൾ ഇവിടെ പ്രിഫറൻസ് ഷെയറിൻ്റെ കേസാകുക. ഇത് എല്ലാത്തിനും നമ്മൾ ഇറക്കുന്ന രീതി ഒന്നാണ്. കുറേ പേരടുത്തുനിന്ന് ചെറിയ ചെറിയ എമൗണ്ടുകൾ വാങ്ങാം. ഇപ്പോൾ 50 ലക്ഷം എന്ന് പറയുമ്പോൾ 1 ലക്ഷം. അപ്പോൾ 1 ലക്ഷം എന്ന് പറയുമ്പോൾ 5 പേരടുത്ത് വാങ്ങിയാൽ മതി. 50 പേരടുത്ത് വേണമെങ്കിൽ 10,000 രൂപ വാങ്ങിയാൽ മതി. 50 പേരടുത്ത് അല്ലേ. 500 പേരടുത്ത് 1000 രൂപ വാങ്ങിയാൽ മതി. 500 പേരടുത്ത് നിന്ന് 1000 5000 പേരടുത്ത് 1000 രൂപ വാങ്ങിയാൽ മതി. 5000 പേരടുത്ത് 1000 രൂപ വാങ്ങിയാൽ 50 ലക്ഷമായി. അപ്പോൾ അങ്ങനെ വാങ്ങി 5000 പേരടുത്ത് നിന്ന് 1000 രൂപ വാങ്ങി ഈ പൈസ കിട്ടി. ഒരു സമയം കഴിയുമ്പോൾ ഇക്വിറ്റി ഷെയർ ആണെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കണ്ട. ഇക്വിറ്റി ഷെയർ എന്ന് വെച്ചാൽ സ്ഥാപനത്തിൻ്റെ മുതലാളിമാരാണ്. അതാണ് FM നമുക്ക് പഠിക്കാനുള്ളത്. ഡിബെഞ്ചർ ആണെങ്കിലും പ്രിഫറൻസ് ഷെയർ ആണെങ്കിലും ഒരു കാലാവധി വരെ മാത്രമേ ഈ പൈസ വെക്കാൻ പറ്റൂ. അപ്പോൾ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് വാങ്ങി 1000 രൂപ തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അതിനാണ് റിഡംഷൻ എന്ന് പറയാം. ഓക്കെ, റീപേയ്മെൻറ്റ് എന്താ കൊടുത്തിരിക്കുന്നത്? റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ മീൻസ് റീപേയ്മെൻറ്റ് ഓഫ് ദ എമൗണ്ട് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അത് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദർ ആർ സർട്ടൻ കണ്ടീഷൻസ് ഫോർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ. അതിൻ്റെ തിയറീൻ്റെ ഭാഗമാണ്. അത് നമ്മൾ പ്രോബ്ലം ചെയ്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സച്ച് ഷെയർസ് ഷാൽ ബി റിഡീംഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ നിങ്ങൾ ആ പൈസ സമാഹരിക്കുന്ന ഒന്നെങ്കിൽ പ്രോഫിറ്റ് നിന്നായിരിക്കണം. ഓക്കെ, കമ്പനീൻ്റെ എന്തെങ്കിലും സാധാരണ എടുത്ത് വിട്ടിട്ടല്ല. യു ഷുഡ് ടേക്ക് ദ എമൗണ്ട് ഫ്രം ദ പ്രോഫിറ്റ് വിച്ച് യു ഹാവ് ഗാതേർഡ് ഇൻ ദ കമ്പനി. ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറയും. നിങ്ങൾ പ്രോഫിറ്റ് നിന്ന് മാറ്റി വെച്ച തുക ഉണ്ടാവുമല്ലോ, അതിൽ നിന്നായിരിക്കണം റിഡംഷൻ നടത്തേണ്ടത്. ഓർ ഔട്ട് ഓഫ് പ്രൊസീഡ്സ് ഓഫ് ഫ്രഷ് ഇഷ്യൂ. എല്ലാം എന്നുണ്ടെങ്കിൽ പുതിയൊരു ഇക്വിറ്റി ഷെയറോ പ്രിഫറൻസ് ഷെയറോ ഒക്കെ ഇറക്കിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ എടുത്തിട്ട് എന്ത് ചെയ്യുക, പണ്ടത്തെ ആൾക്കാർ ഇത് റിഡീം ചെയ്ത് ഒഴിവാക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് രണ്ടാമത്തെ പോയിന്റ് ഫുള്ളി പെയ്ഡ് അപ്പ് ആയി പ്രിഫറൻസ് ഷെയറുകൾ. ഇപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ല, 5000 പേരടുത്തുനിന്ന് 1000 രൂപ വെച്ച് വാങ്ങിയിട്ടാണ് 50 രൂപ. ഈ 1000 രൂപ ചിലപ്പോൾ ഇങ്ങനെ 300 400 300 വാങ്ങിയിട്ടുണ്ടാവുക. ഫസ്റ്റ് കോള്, സെക്കൻഡ് കോള്, തേർഡ് കോള് അല്ലെങ്കിൽ ഫൈനൽ കോള്. നിങ്ങൾ സെക്കൻഡ് സെമ്മിൽ പഠിച്ചിട്ടുണ്ട് ഇഷ്യൂ ഓഫ് ഷെയർ, കോളുകളായിട്ട് വാങ്ങുന്നത്. അപ്പോൾ അങ്ങനെ വാങ്ങുന്ന നേരത്ത് എല്ലാം വാങ്ങി 50 ലക്ഷം വാങ്ങി വെച്ചെങ്കിൽ മാത്രം തിരിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ അത് വാങ്ങിയെടുക്കുക ഫുള്ളായിട്ട്, എന്നിട്ട് വേണം തിരിച്ചു കൊടുക്കാനായിട്ട്. ഓക്കെ, എല്ലാവരും കൂടി ചേർത്തിട്ട് ആകെ 900 രൂപ എത്തുന്നുള്ളൂ. അപ്പോൾ 900 × 5000 അപ്പോൾ 45 ലക്ഷം എന്തുള്ളൂ നിലവിൽ നമുക്ക് കൊടുക്കാനുള്ളൂ. അപ്പോൾ ആ 1000 പോട്ടെ, അതിനിപ്പോൾ വാങ്ങണ്ട. ഈ 45 ലക്ഷം തിരിച്ചു കൊടുക്കാമെന്ന് കരുതരുത്. 900 വെച്ച് ഓരോരുത്തർ കൊടുക്കാമെന്ന് കരുതരുത്. കിട്ടാനുള്ള 100 രൂപ ആദ്യം വാങ്ങി വെച്ച് ക്ലോസ് ചെയ്യുക. 50 ലക്ഷം ആക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, തിരിച്ചു കൊടുക്കുക. സോ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയറുകൾ മാത്രമേ റിഡീം ചെയ്യാൻ പാടുള്ളൂ.
If the redemption is made out of divisible profit, an amount equal to the nominal value of shares to be redeemed should be transferred to a capital redemption reserve account. അപ്പോൾ ഡിവിസിബിൾ പ്രോഫിറ്റ് ഇതാണ് നിങ്ങൾ റിഡീം ചെയ്യുന്നതെങ്കിൽ അതിന് തുല്യമായ ഒരു എമൗണ്ട് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് കണക്കുകൾ വരുമ്പോൾ നമുക്കത് നോക്കാം. ഇനി വാട്ട് ഈസ് ഡിവിസിബിൾ പ്രോഫിറ്റ്? അപ്പോൾ എന്താണ് ഈ ഡിവിസിബിൾ പ്രോഫിറ്റ്? അപ്പോൾ എവിടെ നിന്നൊക്കെയാണ് ഈ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ട് റിഡീം ചെയ്യണമെന്ന്. അപ്പോൾ അതിൽ വരുന്ന ഉദാഹരണങ്ങളൊന്ന് ജനറൽ റിസർവ് ഒരു ഡിവിസിബിൾ പ്രോഫിറ്റ് ആണ്, പി ആൻഡ് എൽ അക്കൗണ്ട് ഡിവിസിബിൾ പ്രോഫിറ്റ് ആണ്, റിസർവ് ഫണ്ട് ഡിവിസിബിൾ പ്രോഫിറ്റ് ആണ്, സിങ്കിങ് ഫണ്ടും ഡിവിസിബിൾ പ്രോഫിറ്റ് ആണ്. അപ്പോൾ ചോദ്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു 10 ലക്ഷം ഡിവിസിബിൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ സിങ്കിങ് ഫണ്ട് അല്ലെങ്കിൽ 10 ലക്ഷം രൂപ റിസർവ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് കൊടുക്കാൻ 5 ലക്ഷം രൂപ ഉണ്ട്, മേക്ക് ജേണൽ എൻട്രീസ് ഫോർ റിഡംഷൻ എന്ന് പറയുകയാണെങ്കിൽ ആദ്യം ഈ ഡിവിസിബിൾ പ്രോഫിറ്റ് എന്നെടുത്ത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് പൈസ എടുക്കുക. എന്നിട്ട് എന്ത് വേണം, ആ പൈസ ഇപ്പോൾ 5 ലക്ഷം റിസർവിൽ നിന്ന്, ജനറൽ റിസർവിൽ നിന്ന് 5 ലക്ഷം ഡിവിസിബിൾ പ്രോഫിറ്റിലേക്ക് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, റിഡംഷൻ്റെ എൻട്രീസ് ചെയ്യുക. അപ്പോൾ റിഡംഷൻ്റെ എൻട്രീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കുക. ഈ ക്വസ്റ്റ്യനിൽ പറയാണ് നമ്മുടെ എന്താണ് പ്രിഫറൻസ് ഷെയർ കംപ്ലീറ്റ് ആയിട്ട് വാങ്ങിയെടുത്തിട്ടില്ല, കുറച്ചും കൂടി എമൗണ്ട് വാങ്ങിയെടുക്കുകയാണെങ്കിൽ ആദ്യം വാങ്ങിയെടുക്കുന്ന എൻട്രി കംപ്ലീറ്റ് ആയിട്ട് എന്താണ് പ്രിഫറൻസ് ഷെയർ വാങ്ങിയെടുക്കണം, അതിൻ്റെ എൻട്രിയാണ് ആദ്യം കൊടുത്തത്. പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് അറ്റ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ബാങ്ക് അക്കൗണ്ട് അറ്റ് പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ. ഓക്കെ, അപ്പോൾ അത് ഫുള്ളായിട്ട് വാങ്ങിയെടുക്കണം, കോളപ്പ് ചെയ്തിട്ട് അത് പെയ്ഡപ്പ് ആക്കണം, കംപ്ലീറ്റ് ആക്കണം. ഇപ്പോൾ ഒരു 100 പേർക്ക് 100 രൂപേനെ ഡിബഞ്ചർ വെച്ചിട്ട് 100 × 100 എത്രയാണ് വരുന്നത്, 10,000 രൂപ അടയ്ക്കാണ്ട് ഈ 100 എല്ലാവരും അടച്ചിട്ടില്ല, 90 വരെ അടച്ചിട്ടുള്ളൂ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഈ എത്ര അടയ്ക്കാൻ ബാക്കിയുണ്ട്, 10 രൂപ അടയ്ക്കാണ്ട്. 10 × 100 എത്രയാണ്, 1000 അല്ലേ, ഓരോരുത്തർ 1000. അപ്പോൾ ശരിക്കും കൊടുക്കാനുള്ളത് 10,000 ആണ്, 9,000 എല്ലാവരും അടച്ചിട്ടുള്ളൂ, 1000 അടച്ചിട്ടില്ല. ആ 1000 ആദ്യം വാങ്ങിയെടുക്കണം നമ്മൾ. 1000 വാങ്ങിയെടുത്തിട്ട് വേണം പിന്നെ റിഡീം ചെയ്യാൻ, പിന്നെ വേണം തിരിച്ചു കൊടുക്കാനായിട്ട്. അല്ലാതെ കിട്ടിയത് വെച്ചിട്ട് ഇപ്പോൾ 9,000 അടച്ചിട്ടുണ്ടല്ലോ, ഞാൻ 9,000 വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കരുത്. ആദ്യം ഫുള്ളായിട്ട് വാങ്ങിയെടുക്കുക. അതിൻ്റെ എൻട്രീസാണിത്. പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് അറ്റ് പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട്. അതൊന്ന് ഓർത്ത് വെക്കുക. ഇഫ് ദ റിഡംഷൻ ഈസ് ഡൺ ഔട്ട് ഓഫ് ഡിവിസിബിൾ പ്രോഫിറ്റ്. അപ്പോൾ ഇനി ഇതിപ്പോൾ നമ്മളെന്താണ് ഫുള്ളി കോൾഡപ്പ് അല്ലെങ്കിൽ ചെയ്യേണ്ട പരിപാടിയാണ്. അപ്പോൾ അതെല്ലാ കണക്കിലും അത് വന്നോളണമെന്നില്ല. ഇനി ഡിവിസിബിൾ പ്രോഫിറ്റ് എന്നാണ് നമ്മൾ റിഡീം ചെയ്യുന്നതെങ്കിൽ ആദ്യം എന്തായാലും ഈ എൻട്രി എഴുതണം, ഡിവിസിബിൾ പ്രോഫിറ്റ് അക്കൗണ്ട് അറ്റ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ഓക്കെ, ഇഫ് ദ റിഡംഷൻ ഈസ് ഡൺ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ. ഇനി ഡിവിസിബിൾ പ്രോഫിറ്റ് എന്നല്ല, പുതിയൊരു ഷെയർ ഇറക്കിയിട്ടാണ് പൈസ സമാഹരിക്കുന്നത് എന്ത് തിരിച്ചു കൊടുക്കാനായിട്ടെങ്കിൽ ഈ ഒരു എൻട്രി ചെയ്തിട്ടുണ്ട്, ബാങ്ക് അക്കൗണ്ട് അറ്റ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ഇനി ചില കേസിൽ ഈ നമ്മുടെ ആൾക്കാരെ കയ്യിൽ നിന്ന് 100 ആൾക്കാരെ കയ്യിൽ നിന്ന് 100 രൂപ വെച്ചിട്ട് ഡിബഞ്ചർ അല്ലെ പ്രിഫറൻസ് ഷെയർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും കൊടുക്കാനുള്ള തുക 10,000 രൂപയാണ്. അപ്പോൾ ആദ്യം ഒരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ടാവും, നിങ്ങൾക്ക് തിരിച്ചു തരുമ്പോൾ 110 രൂപയായിട്ട് തരിക എന്ന് പറയാം. 100 പേർക്ക് 110 കൊടുക്കേണ്ടി വരും. അപ്പോൾ 10,000ൻ്റെ കൂടെ ഈ 10 × 100 എത്ര, 1000 കൂടി കൊടുക്കേണ്ടി വരും, 10,100. അതാണ് പ്രീമിയം ഓൺ റിഡംഷൻ എന്ന് വെച്ചാൽ. അപ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ പ്രീമിയം വരികയാണെങ്കിൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്, ഡിവിസിബിൾ പ്രോഫിറ്റ് എന്നോ അല്ലാന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയത്തിനോ മാത്രമേ എന്ത് കൊടുക്കാൻ പാടുള്ളൂ, പ്രീമിയം കൊടുക്കാൻ പാടുള്ളൂ. ഫ്രഷ് ഇഷ്യൂ എന്നൊന്നും പ്രീമിയം കൊടുക്കരുത്. ഐദർ യു ഷുഡ് ഗിവ് പ്രീമിയം ഓൺ റിഡംഷൻ ഓൺ ഡിവിസിബിൾ പ്രോഫിറ്റ് ഓർ ഓൺ ഫ്രം സെക്യൂരിറ്റീസ് പ്രീമിയം. ഓക്കെ, ഈ എൻട്രീസാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇത് കോമൺ ആയിട്ട് എല്ലാത്തിനും വരുന്നതാണ്. ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ട് എല്ലാത്തിലും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ എൻട്രി ഉണ്ടല്ലോ ഇതിലുള്ളത്, ഇത് എല്ലായിടത്തും ഉണ്ടാവില്ല. പ്രീമിയം വരികയാണെങ്കിൽ മാത്രമേ എന്ത് വരുള്ളൂ, ഈ ഒരു എൻട്രി വരുള്ളൂ. അതായത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ടു ബാങ്ക്. ഇത് വരുന്നത് കോമൺ ആയിട്ട് ഈ റിഡംഷൻ്റെ എൻട്രിയാണ്. ഒരു സാധനം നമ്മളെന്താണ് കൊടുത്ത പ്രിഫറൻസ് ഷെയർ വാങ്ങി വെക്കുന്നത് ആരുടെ കയ്യിൽ നിന്ന്, ഷെയർ ഹോൾഡറിൻ്റെ കയ്യിൽ നിന്ന്. എന്നിട്ട് അയാൾക്ക് എന്ത് ചെയ്യുന്നത്, പൈസ കൊടുക്കുന്നത്. ചിലപ്പോൾ അയാൾക്ക് പ്രീമിയം കൂടി നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ കൂടി തുക അവിടെ എഴുതി വെച്ചിട്ട് അതും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ പൈസ കൊടുക്കാൻ. പ്രീമിയം വരികയാണെങ്കിൽ മാത്രമേ ഈ ഒരു സാധനം വരുള്ളൂ, ഈ ഒരു സാധനം വരുന്നുള്ളൂ, അല്ലെങ്കിൽ അത് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്. അത് നിങ്ങൾ കൃത്യമായിട്ടും എഴുതി വെക്കുക.
ഇനി ഒരു ചോദ്യം നോക്കാം. റിഡംഷൻ ഔട്ട് ഓഫ് ഡിവിസിബിൾ പ്രോഫിറ്റ് അറ്റ് പാർ. അപ്പോൾ ഡിവിസിബിൾ പ്രോഫിറ്റ് എന്നാണ് നമ്മൾ റിഡീം ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഫുൾ വാല്യൂ, അതായത് 100 രൂപയാണെങ്കിൽ 100 രൂപക്ക്, 10 ആണെങ്കിൽ 10, അങ്ങനെ പ്രീമിയം ഇല്ലാണ്ട് റിഡീം ചെയ്യാം. അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കുക. സുമോ ലിമിറ്റഡ് ആഡ് ഇഷ്യൂഡ് 80,000 10% പ്രിഫറൻസ് ഷെയർ ഓഫ് ₹10 ഈച്ച്. To redeem the preference share, the company has 6 lakh in general reserve and 2 lakh in P&L. ഇത് രണ്ടും ഡിവിസിബിൾ പ്രോഫിറ്റ് ആണ്. ഡിവിസിബിൾ പ്രോഫിറ്റിന് ഉദാഹരണത്തിൽ റിസർവും വന്നതാണ്, P&L വന്നതാണ്. അപ്പോൾ കമ്പനീൻ്റെ കയ്യിൽ മൊത്തത്തിൽ 6 ലക്ഷം 2 ലക്ഷം P&L ഉണ്ട്. കമ്പനി 80,000 പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇൻട്രസ്റ്റ് ആണ് 10%. അതിപ്പോൾ നോക്കണ്ട, ഒന്നിൻ്റെ വില 10 രൂപയാണ്. അപ്പോൾ 80,000 × 10, 80,000 × 10, 8 ലക്ഷം രൂപേൻ്റെ പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യാണ്ട്. അതായത് 8 ലക്ഷം രൂപ കൊടുത്തിട്ട് പ്രിഫറൻസ് ഷെയർ തിരിച്ച് വാങ്ങണം പ്രിഫറൻസ് ഷെയർ ഹോൾഡറിൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ അതിനിപ്പോൾ കമ്പനീൻ്റെ കയ്യിൽ എന്താണ് ഡിവിസിബിൾ പ്രോഫിറ്റ് മാത്രമുള്ളത്. കമ്പനി പുതിയ ഷെയർ ഒന്നും അതിന് വേണ്ടി ഇഷ്യൂ ചെയ്തിട്ടില്ല. കമ്പനീൻ്റെ കയ്യിൽ ജനറൽ റിസർവ് ആയിട്ട് 6 ലക്ഷം ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിട്ട് 2 ലക്ഷം ഉണ്ട്. അപ്പോൾ 8 ലക്ഷം ഉണ്ട് കയ്യിൽ. അപ്പോൾ അത് വെച്ചിട്ട് അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇവിടെ കണ്ടില്ലേ, നിങ്ങൾ ഇവിടെ നോക്കുക, ഇവിടെ എന്തില്ല, ഈ കേസ് വരുന്നില്ല അല്ലേ, ഫുള്ളി പെയ്ഡപ്പ് ആണ്. പാർട്ട്ലി പെയ്ഡ് എന്നൊന്നും ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. അതുകൊണ്ട് ഈ എൻട്രീസ് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ഡിവിസിബിൾ പ്രോഫിറ്റ് ആയതുകൊണ്ട് ഈ എൻട്രി എഴുതണം. അപ്പോൾ ഡിവിസിബിൾ പ്രോഫിറ്റ് എന്നൊന്നെങ്കിൽ എഴുതുക, അല്ലെങ്കിൽ അതിൻ്റെ പേര് എഴുതുക. അപ്പോൾ ഇവിടെ ആദ്യത്തെ എൻട്രി എന്താ എഴുതിയിരിക്കുന്നത്, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ, P&L അക്കൗണ്ട് ഡെറ്റർ. ഈ 2 ഡിവിസിബിൾ പ്രോഫിറ്റ് ആണുള്ളത്. അതിനാദ്യം ഇങ്ങോട്ട് മാറ്റുക, ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് എഴുതുക. പിന്നെ കമ്പനി എന്താണ്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് പ്രീമിയം ഒന്നും വരുന്നില്ല, അതുകൊണ്ട് ഇത് എഴുതേണ്ട കാര്യം വരുന്നില്ല. ഷെയർ ഇതിനായിട്ട് ഇറക്കണമെന്നില്ല, ഇത് വരുന്നില്ല. പിന്നെ നമ്മൾ എഴുതേണ്ട എൻട്രി ഈ 2 എൻട്രിയാണ്. ഈ 2 എൻട്രി കോമൺ ആയിട്ട് വരുന്നതാണ്. ഇവിടെ ഈ എൻട്രിയിൽ ഈ സംഗതി വരുന്നില്ല, ഡെബിറ്റിൽ ഇത് വരുന്നില്ല, കാര്യം പ്രീമിയത്തിലല്ലാത്തത് കൊണ്ട്. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ടു ബാങ്ക്. ഓക്കെ, അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ 2 എൻട്രീസ്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് 8 ലക്ഷം, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ടു ബാങ്ക്. ഓക്കെ, അത് ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക, എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എഴുതുക. ഓക്കെ, അതിൻ്റെ നറേഷനും എന്ത് ചെയ്യുക, നിങ്ങൾ ഇത് കൃത്യമായിട്ടും നോട്ട്ബുക്കിലേക്ക് എഴുതി വെച്ചേ പറ്റൂ. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യത്തെ എന്തിൽ വരുന്നത്, നമ്മുടെ കണക്കിൽ വരുന്നത്. ഇനി അടുത്തത് റിഡംഷൻ ഔട്ട് ഓഫ് ഡിവിസിബിൾ പ്രോഫിറ്റ് ആഫ്റ്റർ മേക്കിംഗ് ഇറ്റ് ഫുള്ളി കോൾഡ് അപ്പ്. അപ്പോൾ ഇവിടെ ഫുള്ളി കോൾഡ് അപ്പ് അല്ല നമ്മുടെ ഈ പറഞ്ഞ ഷെയർ. അപ്പോൾ അതിനായിട്ടൊരു ബാലൻസ് ഷീറ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ചിലപ്പോൾ അങ്ങനെ കൊടുക്കും. ആ ബാലൻസ് ഷീറ്റ് അടിസ്ഥാനപ്പെടുത്തിയിട്ടാവണം നമ്മൾ നമ്മുടെ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യേണ്ടത്. അപ്പോൾ റിഡംഷൻ ഔട്ട് ഓഫ് ഡിവിസിബിൾ പ്രോഫിറ്റ് ആഫ്റ്റർ മേക്കിംഗ് ഇറ്റ് ഫുള്ളി കോൾഡ് അപ്പ് ആണ്. ഫോളോയിങ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് അർജുൻ ലിമിറ്റഡ് ആസ് ഓൺ 31 ഡിസംബർ 2015. അപ്പോൾ അർജുൻ ലിമിറ്റഡിൻ്റെ ബാലൻസ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷെയർ ഹോൾഡറിൻ്റെ ഫണ്ട് കൊടുത്തതിൽ ഷെയർ ക്യാപിറ്റലിൽ 12,40,000 ആണ്, റിസർവ് കൊടുത്തത് 3,50,000 ആണ്. ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നോട്ടും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഷെയർ ക്യാപിറ്റൽ നേരെ വന്ന നോട്ട് 1 ആണ്. അപ്പോൾ അത് നോക്കുമ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 10 ലക്ഷം ഉണ്ട്, അത് നോക്കണ്ട, അത് റിഡീം ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഇത് നോക്കുക, 10% പ്രിഫറൻസ് ഷെയർ ഉണ്ട്, 30,000 ഷെയർ ഉണ്ട്, 10 രൂപ, പക്ഷേ 8 രൂപ വരെ വിളിച്ചിട്ടുള്ളൂ. അതായത് 30,000 ഈ പ്രിഫറൻസ് ഷെയർ ഉണ്ട്. അപ്പോൾ ശരിക്കും അതിന് 3 ലക്ഷമല്ലേ വരേണ്ടത്, 3 ലക്ഷം വരണം അതിന്. പക്ഷേ ഇവിടെ നമുക്ക് കോൾഡ് അപ്പ് എന്ന് പറഞ്ഞാൽ എത്രയാണ് കൊടുത്തിരിക്കുന്നത്, 8 രൂപയാണ്. 30,000 × 8 2,40,000 മാത്രമേ വിളിച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ 60,000 രൂപേൻ്റെ ആദ്യം വിളിച്ചെടുക്കണം നമുക്ക്, 2 രൂപേൻ്റെ സാധനം വിളിച്ചെടുക്കാണ്ട്. അത് കഴിഞ്ഞിട്ട് റിഡീം ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ഇവിടെ ചോദ്യം ശ്രദ്ധിക്കുക. ദ കമ്പനി ഡിസൈഡ് ടു റിഡീം ദ പ്രിഫറൻസ് ഷെയർ അറ്റ് പാർ, ഗിവ് ജേണൽ എൻട്രീസ് റെക്കോർഡിംഗ് റിഡംഷൻ. ജേണൽ എൻട്രി കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം നിങ്ങൾ കണ്ടില്ലേ, പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ടു 10% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട്. ഇതാണ് ഇവിടെ വന്ന എൻട്രി. ഓക്കെ, ആ 10% ഇവിടെ വന്നതെന്ന് വെച്ചാൽ അത് ആ പേരിൽ കൂടെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അതൊന്ന് എഴുതി വെക്കാൻ ശ്രമിക്കാം. അപ്പോൾ അതാണ് ആദ്യം എഴുതിയത്. അപ്പോൾ അത്രയായിരുന്നു ഞാൻ പറഞ്ഞത്, അത് 60,000 രൂപയാണ്. പിന്നെന്താണ് ഇവിടെ റിസർവ് ഫണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ഡിവിസിബിൾ പ്രോഫിറ്റ് ആണ്, പുതിയ ഷെയർ ഇറക്കുന്ന കേസെന്ന് കമ്പനി പറയാത്തത് കൊണ്ട് റിസർവ് ഫണ്ടിൽ
ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ട്. ക്യാപിറ്റൽ റിസർവ് ഒരു കാരണവശാലും ഇതിന് യൂസ് ചെയ്യരുത്. ക്യാപിറ്റൽ റിസർവ് ഡിവിസിബിൾ പ്രോഫിറ്റ് അല്ല. ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ടും ഒരു ഡിവിസിബിൾ പ്രോഫിറ്റിൻ്റെ ഉദാഹരണമാണ്. അത് നേരത്തെ കൊടുക്കാനായിട്ടാണ്, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് രണ്ടും എടുത്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് എത്ര രൂപേൻ്റെ റിഡീം ചെയ്യാനുള്ളത്? 3 ലക്ഷത്തിൻ്റെ. ആ 3 ലക്ഷം അങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? കംപ്ലീറ്റ് ആക്കിയപ്പോൾ എന്താണ് ഇവിടെ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രിഫറൻസ് ഷെയറിൻ്റെ വില വരുന്നത് 2.40 അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് വാങ്ങിയെടുക്കണ്ടല്ലോ നമ്മൾ. ഈ 60,000 കൂടി വാങ്ങിയെടുക്കണില്ലേ? അപ്പോൾ 2.40 കൂടെ 60 കൂടി ചേർന്നാൽ 3 ലക്ഷമായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവിസിബിൾ പ്രോഫിറ്റ് മാറ്റി വെക്കുന്നു. അത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് എഴുതുന്നു. ഇത് രണ്ടുമാണ് റിഡംഷൻ എൻട്രീസ്. ഇവിടെയും നമുക്കെന്ത് വരുന്നില്ല? പ്രീമിയം വരുന്നില്ല. അപ്പോൾ 10% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ലെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്. ഓക്കെ, അപ്പോൾ അതവിടെ എഴുതി വെക്കുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിലൊരു ബാലൻസ് ഷീറ്റ് പുതിയതായിട്ട് എഴുതുകയാണ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്തായിരുന്നു? എന്ത് കുറയും? ഈ നോട്ട് നോക്കിയാൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ മാത്രമായി. പിന്നെ ഇവിടെ എന്തും കുറയും? ഇവിടെ നമ്മുടെ റിസർവ് ഫണ്ടിൽ നിന്ന് കുറയും. പിന്നെ ബാങ്കിൽ നിന്ന് ചെറിയ വ്യതിയാനം ഉണ്ടാവും. ഓക്കെ, 3 ലക്ഷം എന്താണ് നമ്മൾ തിരിച്ചു കൊടുക്കല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു വ്യതിയാനം ബാങ്കിലും ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു 2.40 കുറയും, 3 കുറയും, ഇവിടെ അതിനനുസരിച്ച് കുറയും. ഇവിടെ ബാങ്കിൽ നിന്നാണ് ഒരു വ്യതിയാനം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് എന്ത് ചെയ്യുക? എഴുതി വെക്കുക. ഓക്കെ, ക്യാപിറ്റൽ റിസർവ് ഇത് അവിടെ കൊടുത്തിരിക്കുന്നത് ഇസ് നോട്ട് ഡിവിസിബിൾ പ്രോഫിറ്റ് ആൻഡ് നോട്ട് യൂട്ടിലൈസ്ഡ് ഫോർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ. അപ്പോൾ ക്യാപിറ്റൽ റിസർവ് ഒരു കാരണവശാലും ഇതിൽ യൂസ് ചെയ്യാൻ പാടില്ല. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയറിൽ യൂസ് ചെയ്യാൻ പാടില്ല. ദെൻ റിഡംഷൻ ഔട്ട് ഓഫ് പ്രൊസീഡ്സ് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർ. അപ്പോൾ ഫ്രഷ് ഇഷ്യൂവിന് വേണ്ടി റിഡംഷൻ യൂസ് ചെയ്യണം. എക്സ് ലിമിറ്റഡ് വാണ്ട്സ് ടു റിഡീം 50,000 12% റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹10 ഈച്ച്. ഫോർ ദിസ് പേർപ്പസ് ദ കമ്പനി ഇഷ്യൂഡ് 5,000 ഷെയർ. പുതിയൊരു ക്വസ്റ്റ്യൻ ആണ്, ഇല്ലസ്ട്രേഷൻ 3. അതിൽ റിഡംഷൻ ഔട്ട് ഓഫ് പ്രൊസീഡ്സ് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആണ്. നമ്മൾ നേരത്തെ കണ്ടത് ഡിവിസിബിൾ പ്രോഫിറ്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ള തുക, ബാലൻസ് ഷീറ്റിൽ കാണുന്ന നമ്മുടെ റിസർവ്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ ഫണ്ട്, ജനറൽ റിസർവ്, P&L അക്കൗണ്ട്, ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റിഡംഷൻ ചെയ്തത്. അപ്പോൾ അത് ആദ്യം ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് മാറ്റിയതിന് ശേഷമായിരുന്നു നമ്മൾ എന്ത് ചെയ്തത്? റിഡംഷൻ ചെയ്തത്. അപ്പോൾ ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. ഈ ഒരു പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് 50,000 പ്രിഫറൻസ് ഷെയർ ഉണ്ട്. അതിൻ്റെ ഒന്നിൻ്റെ വില 10 രൂപയാണ്. അതിനായിട്ട് 5,000 ഇക്വിറ്റി ഷെയർ ഇറക്കുന്നത് എത്ര രൂപേണ്ടത്? 100 രൂപേണ്ടത്. 5 ലക്ഷം കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ 5 ലക്ഷം ഇറക്കിയിട്ട് എന്താണ് നമ്മളിത് റിഡീം ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ എൻട്രി ഇതാ വരുന്നത്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ കണ്ടോ, ഈ ഒരു കേസ് വരുന്നുണ്ട് അവിടെ അല്ലേ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി കോൾഡ് അപ്പ് ആണ്. അപ്പോൾ ഇത് എഴുതേണ്ട കാര്യമില്ല. ഇവിടെ ഡിവിസിബിൾ പ്രോഫിറ്റ് യൂസ് ചെയ്യുന്നില്ല. ഇത് എഴുതുക. ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ നിങ്ങൾ ഇവിടെ റിഡംഷൻ പ്രീമിയം വരുന്നില്ല, ഇത് എഴുതേണ്ട കാര്യമില്ല. ഇത് എഴുതുക. ഇതും എഴുതേണ്ട കാര്യമില്ല അല്ല. ഈ എൻട്രിയിൽ ഇത് എഴുതേണ്ട, പ്രീമിയം ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ എന്താണ് ഫസ്റ്റ് എൻട്രി വരുന്നത്? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 5 lakh. ദെൻ പിന്നെ റിഡംഷൻ്റെ എൻട്രിയാണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ടു ബാങ്ക് അക്കൗണ്ട്. ഈ 3 എൻട്രീസാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ എഴുതുക. പിന്നെ റിഡംഷൻ അറ്റ് പാർട്ട്ലി ഔട്ട് ഓഫ് പ്രൊസീഡ്സ് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആൻഡ് പാർട്ട്ലി ഔട്ട് ഓഫ് ഡിവിസിബിൾ പ്രോഫിറ്റ്. അപ്പോൾ റിഡംഷൻ കുറച്ച് നമ്മൾ എടുക്കുന്നത് എന്താണ്? ഫ്രഷ് ഇഷ്യൂ മുഖാന്തരവും ബാക്കി വരുന്നത് എന്താണ്? ഈ പറഞ്ഞ ഡിവിസിബിൾ പ്രോഫിറ്റും. മൊത്തമായിട്ട് തുക ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ രണ്ടും എഴുതേണ്ടി വരും. ആ ഡിവിസിബിൾ പ്രോഫിറ്റ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് കൊടുക്കുന്ന ജേണൽ എൻട്രി എഴുതേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ ഇക്വിറ്റി ഷെയർ ഇറക്കുന്ന ജേണൽ എൻട്രി എഴുതേണ്ടി വരും. ഓക്കെ, ഇങ്ങനെ ഒരു ജേണൽ എൻട്രി ഇങ്ങനെ ഒന്ന് എഴുതേണ്ടി വരും. അപ്പോൾ ഇത് നമ്മൾ തുടക്കത്തിലുള്ള ഇതിലേക്ക് പോയാൽ മതി. അപ്പോൾ ഇത് വരാൻ ചാൻസ് കുറവായിരിക്കും. കാര്യം ഫുള്ളി കോൾഡ് അപ്പ് അല്ലെങ്കിൽ മാത്രം ഇത് എഴുതിയാൽ മതി. അപ്പോൾ ഇത് എഴുതേണ്ടി വരും. പിന്നെ ഇതും എഴുതേണ്ടി വരും. ഇത് ആവശ്യം വരെയെങ്കിൽ മാത്രം എഴുതിയാൽ മതി. പ്രീമിയം റിഡംഷനിൽ വരും. അപ്പോൾ ആ കണക്കുകളിൽ നമ്മൾ എത്തിയിട്ടില്ല. അപ്പോൾ അതിൽ
എവിടെ പോയി? പാർട്ട്ലി ഔട്ട് ഓഫ് പ്രൊസീഡ്സ് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആൻഡ് പാർട്ട്ലി ഔട്ട് ഓഫ് ഡിവിസിബിൾ പ്രോഫിറ്റ് ആണ്. അപ്പോൾ അതിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. AB ലിമിറ്റഡ് ആഡ് ഇഷ്യൂഡ് 1 lakh preference shares of ₹10 each at par redeemable after 31st March 2012 at par. The company has a general reserve of ₹6 lakh and P&L of ₹1 lakh. കമ്പനിയുടെ കയ്യിൽ 7 ലക്ഷം 6 ലക്ഷം 1 ലക്ഷം ഉണ്ട് ഡിവിസിബിൾ പ്രോഫിറ്റായിട്ട്. ജനറൽ റിസർവായിട്ട് 6 ലക്ഷം, P&L ആയിട്ട് 1 ലക്ഷം. കമ്പനിക്ക് എത്രയാണ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടത്? അപ്പോൾ 1 ലക്ഷം പ്രിഫറൻസ് ഷെയർ ആണുള്ളത്. അതിൻ്റെ മൊത്തം വില വരുന്നത് 10 അപ്പോൾ 1 ലക്ഷം ഇൻറ്റു 10 ലക്ഷത്തിന് എന്ത് വേണം? തുക വേണം ഈ പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യാനായിട്ട്. അത് കംപ്ലീറ്റ്ലി പെയ്ഡപ്പ് ആണ്. കമ്പനീൻ്റെ കയ്യിൽ 6 ലക്ഷത്തിൻ്റെ ഈ ജനറൽ റിസർവ് ഉണ്ട്, അതേമാതിരി 1 ലക്ഷത്തിൻ്റെ എന്തുണ്ട്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 7 ലക്ഷം ഉള്ളൂ, ബാക്കി 3 ലക്ഷം ഒപ്പിക്കണ്ടേ? അത് കമ്പനി എന്താ ചെയ്യുന്നത്? അത് പറയുന്നത് ഓൺ 1st April 2012 ദ കമ്പനി ഇഷ്യൂഡ് 30,000 ഇക്വിറ്റി ഷെയർ ഓഫ് ₹10 ഈച്ച്. അപ്പോൾ 30,000 ഇൻറ്റു 10 3 ലക്ഷത്തിൻ്റെ ഇക്വിറ്റി ഷെയറുകൾ ഇറക്കി. കമ്പനിൻ്റെ കയ്യിൽ 7 ലക്ഷത്തിൻ്റെ ഡിവിസിബിൾ പ്രോഫിറ്റ് ഉണ്ട്, റിസർവ് ആയിട്ട് 6 ലക്ഷമുണ്ട്, P&L ആയിട്ട് 1 ലക്ഷമുണ്ട്, 7 ലക്ഷമുണ്ട്. കമ്പനിക്ക് വേണ്ട മൊത്തം 10 ലക്ഷമാണ് റിഡീം ചെയ്യാനായിട്ട്. ബാക്കി 3 ലക്ഷം 30,000 ഇക്വിറ്റി ഷെയർ ഇറക്കുന്നു. എത്ര രൂപയ്ക്ക്? 10 രൂപയ്ക്ക്. അങ്ങനെ കമ്പനി ഇറക്കുന്നു. അപ്പോൾ അങ്ങനെ ഇറക്കി കഴിഞ്ഞിട്ടാണ് കമ്പനി റിഡീം ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഡിവിസിബിൾ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി എഴുതുക. അതെങ്ങനെയാണ്? ജനറൽ റിസർവ് അക്കൗണ്ട് ലെറ്റർ, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ദെൻ എന്താണ്? അത് 6 ലക്ഷം 1 ലക്ഷം ഇസ് ഈക്വൽ ടു 7 ലക്ഷം. ദെൻ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ₹3 lakh ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ കമ്പനി പിന്നെ അടുത്തതായിട്ട് എന്ത് ചെയ്യുന്നു? ഇക്വിറ്റി ഷെയർ ഇറക്കുന്ന എൻട്രി ചെയ്യുന്നു. അത് ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അത് 3 lakh ആണ്. അത് കഴിഞ്ഞിട്ടാണ് കമ്പനി എന്ത് ചെയ്യുന്നത്? റിഡംഷൻ എൻട്രി. അപ്പോൾ ഞാനതാ പറഞ്ഞത്, ഇത് എന്താണ്? ഈ എൻട്രി, ഫസ്റ്റ് എൻട്രി നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ടീഷൻ ഇവിടെ വരുന്നില്ല, കാര്യം ഫുള്ളി ഗോൾഡപ്പാണ്. ഇതാണ് ആദ്യ എൻട്രി. അത് കഴിഞ്ഞിട്ട് എന്താണ്? ഇതും വരുന്നുണ്ട്, പിന്നെ ഇതും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല, പ്രീമിയം വരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്? ഇതാണ് എൻട്രി. അപ്പോൾ ഇത് വരുമ്പോൾ ഇതിവിടെ ആവശ്യം വരുന്നില്ല, പ്രീമിയം ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് വരുന്നത്? ഇത് ആദ്യത്തെ 2 എഴുതുന്നു. ഇത് ഡിവിസിബിൾ പ്രോഫിറ്റിൻ്റെ എൻട്രി, ഇത് ഇക്വിറ്റി ഷെയർ അല്ലെങ്കിൽ ന്യൂ ഷെയർ ഇറക്കുന്ന എൻട്രി, ഇത് റിഡംഷൻ്റെ എൻട്രി കോമൺ ആയിട്ട്. ഓക്കെ, 2 എൻട്രി എഴുതാം. 10 ലക്ഷത്തിൻ്റെ എന്താണ്? പ്രിഫറൻസ് ഷെയർ ആണ് റിഡീം ചെയ്യുന്നത്. ആദ്യത്തെ എഴുതിയിട്ട് വേണം ഇത് എഴുതാൻ. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ലെറ്റർ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, ദെൻ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്. അതിൻ്റെ നറേഷൻ നിങ്ങൾ അതേമാതിരി തന്നെ എഴുതി വെക്കുക. അത് നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതേണ്ട സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ളത് റിഡംഷൻ അറ്റ് പ്രീമിയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം എഴുതി വെക്കുക. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ലൈവിൽ വരുമ്പോൾ നമുക്ക് എന്താണ് ഇതിനെ കുറിച്ചിട്ട് കൂടുതലും ഡിസ്കസ് ചെയ്യാം. ഓക്കെ.